ഹലോ, ഇന്ന് നല്ല മടിയുള്ളൊരു ദിവസമാണ്. പക്ഷേ ഒട്ടും മടി പിടിച്ചിരിക്കാൻ പറ്റാത്തൊരു ദിവസം കൂടിയാണ്. കാരണം ഇന്ന് നമുക്ക് പ്രോഗ്രാമുണ്ട്. മിനിങ്ങാന്നും പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൻ്റെ ക്ഷീണം എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. നല്ല ബോഡി പെയിനാണ്. എവിടെയെങ്കിലും കിടന്നാൽ മതി എന്നാണ്, പക്ഷേ അങ്ങനെ കിടക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം തന്നെ സമയം ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട്. മിനിങ്ങാന്നിട്ട മൈലാഞ്ചിയാണ് കയ്യിൽ, അത് പോയിട്ടുണ്ട്. ഇന്ന് വീണ്ടും ഇടണം. എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കുമെന്ന്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ആദ്യം തന്നെ ഞാൻ ചെടികളുടെ അടുത്തേക്കാണ് പോയത്. ഈ ഒരു കാക്കപ്പൂവിൻ്റെ ചെടി ഞാനിപ്പോൾ നട്ടിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് അതിനോടൊരു പ്രത്യേക സ്നേഹം. അപ്പോൾ അതിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോയി പല്ലൊക്കെ തേച്ച് വന്നിട്ട് പുട്ടും കടലയും കഴിക്കുകയാണ്. നല്ല അടിപൊളി കടലക്കറിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അങ്ങനെ ഇങ്ങനെയൊക്കെ ആടിപ്പാടിയൊക്കെ നടന്നിട്ട് ഞാൻ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. സാധാരണ മൈലാഞ്ചി ഇടാറുള്ളത് ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ കൈകൊട്ടിക്കളി കളിക്കുന്ന എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നിട്ട് അങ്ങനെയാണ് ഇടാറുള്ളത്. പക്ഷേ ഇത്തവണ ഞാൻ വീട്ടിൽ നിന്ന് ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊട്ടും സമയമില്ല. 7 മണിക്കാണ് പ്രോഗ്രാം. അപ്പോൾ പ്രാക്ടീസ് വെച്ചേക്കുന്നത് 3 മണിക്കാണ്. 3 മണിക്ക് അവിടെ പോയിരുന്ന് മൈലാഞ്ചി ഇട്ട് കഥയും പറഞ്ഞിരിക്കുമ്പോൾ തന്നെ ഒരു സമയമാവും. പിന്നെ പ്രാക്ടീസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പേർക്ക് ഞാനാണ് മുടി കെട്ടി കൊടുക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് റെഡിയാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ സമയം പോകും. അതുകൊണ്ട് ഞാൻ മൈലാഞ്ചി വീട്ടിൽ നിന്ന് ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാലിലും കയ്യിലും ഒക്കെ ഇടണം. 1 മിനിറ്റ് മൈലാഞ്ചി ആയ കാരണം കുഴപ്പമില്ല. അങ്ങനെ ഞാൻ ഫുൾ സെറ്റായിട്ടുണ്ട്. 1 മിനിറ്റ് വെച്ചാൽ മതിയെങ്കിലും ഞാൻ കുറച്ച് നേരം വെക്കും കേട്ടോ. അപ്പോൾ നല്ല കളർ കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊന്ന് സ്ക്രബ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാപ്പിപ്പൊടിയും പഞ്ചസാരയും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്യുകയാണ്. അതിന് മുന്നേ ഞാൻ ഫേസിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ എടുത്തിട്ട് നല്ലൊരു മസാജ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര കണ്ണിൻ്റെ അവിടെയൊക്കെ നല്ല ക്ഷീണമുണ്ട്. ഇങ്ങനെ കണ്ണടഞ്ഞു പോവാണ്, ഉറക്കം വരികയാണ്. അപ്പോൾ ഞാനിങ്ങനെ നല്ലൊരു മസാജ് കൊടുത്തു. മസാജ് കൊടുക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഉറക്കം വരും, എന്നാലും നല്ലൊരു ഒരു ഫ്രഷ് ഫീൽ കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫേസ് വാഷ് ഒക്കെ ഇട്ട് നന്നായിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷമാണ് ഞാൻ സ്ക്രബ് ചെയ്തത്. സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ പോയി കുളിക്കുകയാണ് കേട്ടോ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഒരു ഏകദേശം 2:30 മുടിയൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. എന്നാൽ പിന്നെ ഒന്ന് ചീകി വൃത്തിയാക്കി ഹെയർ സിറമൊക്കെ അപ്ലൈ ചെയ്ത് കെട്ടി വെക്കാമെന്ന് ഓർത്തു. 3 മണിയാകുമ്പോൾ പ്രാക്ടീസിന് പോകണം. നിങ്ങൾ ഹെയർ സിറം യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും യൂസ് ചെയ്യണം കേട്ടോ. നല്ല ഡിഫറൻസ് ഉണ്ടാവും നമ്മുടെ ഹെയർ ടെക്സ്ചറിന്. ഞങ്ങളുടെ കൈകൊട്ടിക്കളിയുടെ കോസ്റ്റ്യൂം ധാവണിയാണ്. പല കളറിലുള്ള ധാവണീസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇന്ന് ഇടുന്നത് ഈ ഒരു പർപ്പിൾ കളർ. ഇത് പർപ്പിൾ കളറാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഷോള് പ്ലീറ്റ്സൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. അപ്പോഴേക്കും അമ്മ ഏത്തപ്പഴം കൊണ്ടു തന്നതാണ്. ഈ പ്രോഗ്രാമുള്ള ദിവസം ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന സാധനം ഏത്തപ്പഴമാണ്. നല്ല എനർജി കിട്ടും. അപ്പോൾ ഷോള് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചിട്ട് വേഗം പ്രാക്ടീസിന് പോകണം. ഞാൻ ക്ലോക്കിലേക്കാണ് നോക്കിയത് സമയമായോന്ന്. സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അവിടെ ചെന്നപ്പോൾ എല്ലാവരും മൈലാഞ്ചി ഇടാണ്. ഇനി 3 പേരൂടെ ഉണ്ട് കേട്ടോ. അവർ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. എന്തൊക്കെയൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കുന്നത്. ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷർട്ട്, അതാണ് സുനുവിൻ്റെ കല്യാണമാണ് October 19. അപ്പോൾ ഇനി നമുക്ക് കുറേ വെഡ്ഡിങ് വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അങ്ങനെ പ്രാക്ടീസും കഴിഞ്ഞു, മുടികെട്ടലും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഒരു 6 മണി ആയിട്ടുണ്ട്. ഇനി ഞാൻ റെഡി ആവണം. ഞാൻ പെട്ടെന്ന് റെഡിയാകും. എന്നാലും എനിക്കൊരു 1 മണിക്കൂർ മുന്നേ വന്നില്ലെങ്കിൽ ഒരു സമാധാനമില്ല. ഒരു 10-15 മിനിറ്റ് മതി എനിക്ക് റെഡിയാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ സ്റ്റൈല്. റോസാപ്പൂ ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമില്ലേ? ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഷോള് അടിപൊളിയാണ്. നമുക്ക് പെട്ടെന്ന് ഇടാനായിട്ട് പറ്റും. പ്ലീറ്റ്സൊക്കെ പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പഴവും കൂടെ കഴിക്കാം. പാലും കുടിക്കുന്നുണ്ട്. പാലിൽ ബൂസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ബൂസ്റ്റ് ഇട്ടാൽ മാത്രമേ ഞാൻ പാൽ കുടിക്കാറുള്ളൂ, അല്ലെങ്കിൽ എനിക്കിഷ്ടമല്ല ടേസ്റ്റ്. അങ്ങനെ എല്ലാവരും നല്ല സുന്ദരികളായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ കോസ്റ്റ്യൂം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങൾ ഒരു പൊട്ട് പോലും എല്ലാവരും ഒരേ വലുപ്പത്തിലുള്ളതാണ് തൊടുന്നത്. അത്രയ്ക്കും കോർഡിനേഷനാണ്. ഇതാണ് പെരുമ്പടവങ്കാവ്. ഇവിടെ വെച്ചിട്ടായിരുന്നു നമ്മുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഫുഡും ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. എൻ്റെ സൂപ്പർ സാമ്പാർ, അവിയൽ എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നല്ല ക്ഷീണമുണ്ട്. ഈ മുടി എങ്ങനെയെങ്കിലും ഒന്ന് അയച്ചാൽ മതി. ഒരു 100 സ്ലൈഡ് ഉണ്ട് തലയിൽ. എത്ര ടയേർഡാണെങ്കിലും സ്കിൻ കെയറും ഹെയർ കെയറും ഒന്നും ചെയ്യാതെ ഞാൻ കിടന്നുറങ്ങില്ല. ആദ്യം തന്നെ തലയിൽ പൂവൊക്കെ ഒന്ന് അയച്ചു മാറ്റിയിട്ട് ഞാൻ സ്കിൻ കെയർ ചെയ്തു. എന്നിട്ട് പോയി മേല് കഴുകിയിട്ട് വന്നു. ഇനിയിപ്പോൾ ഹെയർ കെയറും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങാം. ഫുഡൊന്നും ഇനി കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. നല്ലോണം വയറ് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് പ്രോഗ്രാമുള്ള ഒരു ദിവസം. എല്ലാം ഒന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. പ്രാക്ടീസ് ചെയ്യുന്നതും അവർക്ക് മുടി കെട്ടി കൊടുക്കുന്നതും ഞാൻ റെഡി ആവുന്നതും അതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇനി ഏതെങ്കിലും ഒരു ദിവസം അങ്ങനെ എല്ലാം കൂടെ ഉൾപ്പെടുത്തി ഞാൻ എടുക്കാനായിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്.